വലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സർവശക്തനായ അള്ളാഹുവിനോട് എപ്പോഴും നമ്മുടെ രണ്ട് ലോകത്തെയും സന്തോഷത്തിനും സുഖത്തിനും വേണ്ടി ദുആ ചെയ്യുന്നു. അൽഹംദുലില്ലാഹ്, സകല പ്രയാസങ്ങൾക്കും പരിഹാരം എന്ന നിലയിൽ കഴിഞ്ഞ വീഡിയോയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഒരു ദിക്ർ ഞാൻ ഇട്ടിരുന്നു. അൽഹംദുലില്ലാഹ്, ഏകദേശം ആയിരക്കണക്കിന് വരുന്ന ആളുകൾ അത് കണ്ട് പലരും നൂറുകണക്കിന് കമൻസുകൾ അയച്ചു. പലരും ഉസ്താദെ അത് ഞാൻ നിത്യമാക്കുമെന്ന് പറഞ്ഞു. കൂട്ടത്തിൽ പലരും പല പരിഭവങ്ങളും അതുപോലെ തന്നെ പല വിഷമങ്ങളും അതിൻ്റെ കമൻസിൽ എഴുതിയതായിട്ട് കണ്ടു. മറ്റൊന്നുമല്ല, പല നീറുന്ന പ്രയാസങ്ങൾ പറഞ്ഞിട്ട് ഉസ്താദ് ഇക്കാക്ക് എന്നോട് മാനസികമായിട്ട് നല്ല അടുപ്പമുണ്ടാകാൻ, മനസ്സുകൾ തമ്മിൽ അടുക്കാൻ, സന്തോഷകരമായ ജീവിതം കിട്ടാൻ വേണ്ടിയൊക്കെ ദുആ ചെയ്യണമെന്നൊക്കെ പറഞ്ഞയച്ചവരുണ്ട്. ഇന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. കുടുംബജീവിതം എന്ന് പറയുന്നത് സർവശക്തനായ അള്ളാഹു നമുക്ക് നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ് കുടുംബജീവിതം. എന്നാൽ 1000 ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സങ്കല്പങ്ങളും മോഹങ്ങളുമൊക്കെയായി വൈവാഹിക ജീവിതത്തിലേക്ക് കാലെടുത്തൊന്നുന്ന നവദമ്പതികൾ. പ്രിയമുള്ള സഹോദരങ്ങളെ, മാസങ്ങളും ദിവസങ്ങളും ആഴ്ചകളുമൊക്കെ കഴിയുന്നതിന് മുമ്പ് കയ്യിലിട്ട മൈലാഞ്ചിയുടെ മണം മാറുന്നതിന് മുന്നേ, ശരീരത്തിൽ പുരട്ടി അത്തറിൻ്റെ മണം മാറുന്നതിന് മുമ്പേ, മണിയറയുടെ സ്വപ്നങ്ങൾ പോലും മാറുന്നതിന് മുന്നേ ആ കുടുംബജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നുകൂടുകയാണ്, പ്രശ്നങ്ങളുണ്ടാവുകയാണ്. ആ ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളുമൊക്കെ ഉണ്ടായി പരസ്പരം ദമ്പതികൾ തമ്മിൽ, ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്ത നിലയിൽ ആ മനസ്സുകൾ വളരെ അകന്നു പോകുന്ന ഒരവസ്ഥ ഇന്ന് നമുക്ക് പലപ്പോഴും കാണാറുണ്ട്. എന്നാൽ അതിനെന്താണ് ഒരു പ്രതിവിധി? ഭാര്യാഭർത്താക്കന്മാർ നമ്മുടെ മനസ്സുകൾ ചേരുന്നതിന് വേണ്ടി, ദമ്പതികളുടെ മനസ്സുകൾ രണ്ട് ശരീരങ്ങളാണെങ്കിലും ഒരേ മനസ്സായി വർത്തിക്കുവാൻ, പ്രവർത്തിക്കുവാൻ, മുന്നോട്ട് കൊണ്ടുപോകുവാൻ എങ്ങനെ സാധിക്കും? ഇതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന് പലരും ആവശ്യപ്പെടുന്നുണ്ട്. വാസ്തവത്തിൽ വിശുദ്ധമായ ഖുർആൻ നമുക്ക് ദമ്പതികളെ പരിചയപ്പെടുത്തി തരുന്നത് ഹുന്ന ലിബാസുല്ലക്കും വ അന്തും ലിബാസുൻ ലഹുന്ന. ഹുന്ന അവർ, ആ സ്ത്രീകൾ, ലിബാസുൻ ലക്കും പുരുഷന്മാരെ നിങ്ങളുടെ വസ്ത്രങ്ങളാണ്. വ അന്തും ലിബാസുൻ ലഹുന്ന പുരുഷന്മാരെ നിങ്ങൾ ആ സ്ത്രീകളുടെ വസ്ത്രങ്ങളാണ്. എത്ര മനോഹരമായിട്ടാണ് അല്ലാഹു തആല ദമ്പതികളെ വിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. എൻ്റെ വസ്ത്രം എന്ന് പറയുന്നത് ഞാൻ തിരഞ്ഞെടുത്തതാണ് എൻ്റെ വസ്ത്രം. മാത്രമല്ല, എൻ്റെ വസ്ത്രം എൻ്റെ മാന്യതയുടെ ഭാഗമാണ്. എൻ്റെ അയ്ബുകൾ, എൻ്റെ ന്യൂനതകൾ മറയ്ക്കുന്നതാണ് ഞാൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ വസ്ത്രത്തിനോട് അള്ളാഹു ഉപമിച്ചു. വസ്ത്രം എനിക്ക് എന്തെല്ലാമാണ് നേടിത്തരുന്നത്? ഒരു ഭാര്യ ഭർത്താവിൻ്റെ വസ്ത്രമാകണം, ഭർത്താവ് ഭാര്യയുടെ വസ്ത്രമാകണം. ഭാര്യയും ഭർത്താവും പരസ്പരം വസ്ത്രം എന്ന് പറയുമ്പോൾ മാന്യതയുടെ ഭാഗങ്ങളാകണം. രണ്ടു പേരിൽ നിന്നുണ്ടാകുന്ന ചെറിയ ചെറിയ ന്യൂനതകളും പ്രയാസങ്ങളും പ്രശ്നങ്ങളുമൊക്കെയും പരസ്യമായിട്ട് വിളിച്ചു പറയാനല്ല, അത് മറച്ചു വെക്കാൻ. വസ്ത്രം നമ്മുടെ മാന്യത മറച്ചു വെക്കുന്നത് പോലെ, നമ്മുടെ ന്യൂനതകൾ മറച്ചു വെക്കുന്നത് പോലെ പരസ്പരം ഭർത്താവിൻ്റെ ന്യൂനത ഭാര്യയും, ഭാര്യയുടെ ന്യൂനതയും കുറവുകളും ഭർത്താവും പരസ്പരം മറച്ചു വെക്കാനുള്ളതാണ്, പരസ്യമായിട്ട് വിളിച്ചു പറയാനുള്ളതല്ല. അങ്ങനെ അല്ലാഹു തആല വളരെ മനോഹരമായ നിലയിൽ കുടുംബ വ്യവസ്ഥിതിയെ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തെ, ഭാര്യാഭർത്താക്കന്മാരെ നമുക്ക് ഈ രീതിയിൽ അല്ലാഹു പരിചയപ്പെടുത്തി തരുമ്പോൾ എന്തുകൊണ്ട് പ്രിയമുള്ളവരെ ഇത്ര മനോഹരമായ ഒരു കുടുംബ വ്യവസ്ഥിതി നമുക്ക് തുടർന്നു കൊണ്ടുപോകുവാൻ സാധിക്കുന്നില്ല? അധിക കുടുംബങ്ങളിലും എടുത്തു നോക്കുമ്പോൾ പ്രശ്നങ്ങളാണ്, പ്രയാസങ്ങളാണ്, പൊട്ടിത്തെറികളാണ്, ഭൂകമ്പങ്ങളാണ്. എല്ലാ സൗകര്യങ്ങളുണ്ട്, സുഖങ്ങളുണ്ട്, ഭൗതികമായ ചുറ്റുപാടുകളുണ്ട്, വലിയ വീടുണ്ട്, ആ വീട്ടിനുള്ളിൽ ഇല്ലാത്തതൊന്നുമില്ല, എല്ലാ സൗകര്യവും. പക്ഷേ ആ വീട്ടിനുള്ളിൽ ഒന്നില്ല, പരസ്പര പൊരുത്തമില്ല, മാനസിക ഐക്യമില്ല. എന്തൊക്കെ ചെയ്തിട്ടും ശരി, ഭർത്താവ് വേണ്ടുവോളം ഭാര്യയെ ഇഷ്ടപ്പെടുന്നില്ല, ഭാര്യ വേണ്ടുവോളം ഭർത്താവിനെ ഇഷ്ടപ്പെടുന്നില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, അതിന് മഹാന്മാർ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ഒന്ന് ചെയ്തു നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയൂ. ഒരുപാട് ആളുകൾ ചെയ്തിട്ട് ഫലം കണ്ടിട്ടുള്ളതാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, പരിശുദ്ധമായ ഖുർആനിലെ ചെറിയൊരു സൂറത്താണ് സൂറത്തുൽ ഇൻശിറാഹ്. അലം നശ്റഹ് ലക സദ്റക് വ വളഅന അൻക വിസ്റക്.
എന്ന് പറയുന്ന ഒരു സൂറത്താണ് കേട്ടോ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല സന്തോഷം പകർന്നു കൊടുത്ത ഒരു സൂറത്തും കൂടിയാണ് ഈ സൂറത്ത്. ആ സൂറത്ത് ഇൻഷാ അല്ലാഹ് 5 വക്കത്ത് നിസ്കാരത്തിൽ ഏതെങ്കിലും ഒരു വക്കത്ത്, അത് മഗ്രിബായാലും സുബഹിയായാൽ കുറച്ചുകൂടി നന്നാണ്, ആ ഒരു വക്കത്ത് നിസ്കാരത്തിന് ശേഷം ആ നിസ്കരിച്ച അതേ സ്ഥലത്തിരുന്നിട്ട് ഒരു 17 പ്രാവശ്യം സൂറത്തുൽ ഇൻശിറാഹ് ഒന്ന് പാരായണം ചെയ്തു നോക്കൂ. നിങ്ങൾ പാരായണം ചെയ്യുമ്പോൾ വളരെ മനസാന്നിധ്യത്തോടു കൂടി വേണം. ഇവിടെ നിസ്കാര ശേഷമെന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കാൻ അടിസ്ഥാനമായ നിസ്കാരം വളരെ അത്യാവശ്യമാണ്. നിസ്കാരമില്ലാത്തവർ ഇത് പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടെന്നും വലിയ അർത്ഥവും കഥയുമൊക്കെ ഉണ്ടായെന്ന് തോന്നുന്നില്ല. നമുക്ക് നിസ്കാരം നിർബന്ധമാണ്. ആ മഗ്രിബിനോ സുബഹിക്കോ ശേഷം ഇൻഷാ അല്ലാഹ് നിങ്ങൾ അവിടെ ഇരുന്ന് 17 പ്രാവശ്യം സൂറത്തുൽ ഇൻശിറാഹ് അലം നശ്റഹ് ലക സദ്റക എന്നുള്ള സൂറത്തൊന്ന് പാരായണം ചെയ്യുക. ഓരോ പ്രാവശ്യം നമ്മൾ പാരായണം ചെയ്യുമ്പോഴും നമ്മുടെ കൽബിലേക്ക് അള്ളാഹുവേ, എൻ്റെ ഭർത്താവായ അല്ലെങ്കിൽ എൻ്റെ ഭാര്യയായ ഇന്നയാളിനെ അല്ലെങ്കിൽ ഇന്നവളെ നീ എൻ്റെ മനസ്സിലേക്ക് നടിപ്പിച്ച് തരണം. അതുപോലെ തന്നെ അദ്ദേഹത്തിനും എൻ്റെ കൽബിൽ, അവരുടെ കൽബിൽ എന്നെയും കൂടി ഒന്ന് അടുപ്പിച്ചു കൊടുക്കണം. രണ്ടുപേർക്കും മാനസികമായ സംതൃപ്തിയും സന്തോഷവും നൽകണം എന്നുള്ള ആ ഉറച്ച നീയത്തിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചെയ്തു നോക്കൂ. അനധി വിദൂര ഭാവിയിൽ ദിവസങ്ങൾ കഴിയുന്നതിന് മുന്നേ നിങ്ങളുടെ ഭർത്താവ് വളരെയധികം, അതുപോലെ നിങ്ങളുടെ ഭാര്യ എത്രയും നിങ്ങളെ സ്നേഹിക്കുന്നതായിട്ട്, അത്ഭുതകരമായിട്ട് എന്തോ ഒരു അത്ഭുതം സംഭവിച്ചതുപോലെ ദമ്പതികളുടെ ഇടയിൽ ആ സ്നേഹം വർദ്ധിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. തുടർന്നുകൊണ്ടേയിരിക്കുക, പ്രാവർത്തികമാക്കുക. നമ്മുടെ മക്കൾക്കും മരുമക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും എല്ലാവർക്കും കുടുംബങ്ങളിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കൂ. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്ന ഈ ഒരു അമൽ കൊണ്ട് നമ്മുടെ ജീവിതമാകെ മാറ്റിമറിക്കും. കുടുംബജീവിതത്തിൽ സന്തോഷം, ആനന്ദം അലതല്ലും. ഇൻഷാ അല്ലാഹ് ചെയ്തു നോക്കൂ. അല്ലാഹു തആല ആ രീതിയിൽ ഈ സൂറത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മുടെ കുടുംബജീവിതത്തിൽ എല്ലാവിധ സന്തോഷവും സമാധാനവും നൽകുകയും ദമ്പതികളുടെ മനസ്സുകൾ അല്ലാഹു ഒന്നാക്കി തീർക്കുകയും ചെയ്യുമാറാകട്ടെ. വീണ്ടും ഇൻഷാ അല്ലാഹ് നമുക്കൊരറിവുമായിട്ട് കാണാം. നിങ്ങൾ ഷെയർ ചെയ്യുകയും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അല്ലാഹു നമ്മുടെ പരിശ്രമങ്ങളും പ്രവർത്തനങ്ങളും ഇഖ്ലാസുള്ളതായി ഖബൂൽ ചെയ്യുമാറാകട്ടെ. ദുആ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.